സരസ്വതി നദി ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു. നദീതീരത്ത് വ്യാസമുനിയുടെ ആശ്രമം നിലകൊണ്ടിരുന്നു. സന്ധ്യാസമയമായിരുന്നു. മണൽത്തിട്ടയിലിരുന്ന് വ്യാസൻ നദിയിലെ തിരകളെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകൾ അവയെ കാണുന്നില്ലായിരുന്നു. മുഖത്ത് ദുഃഖത്തിന്റെ നിഴൽ വ്യക്തമായിരുന്നു. ആഴത്തിലുള്ളൊരു വേദന അവന്റെ ചിന്താഭരിതമായ കണ്ണുകളിൽ പ്രതിഫലിച്ചു. ദീർഘനേരം അവൻ അങ്ങനെ തന്നെയിരുന്നു. അപ്രതീക്ഷിതമായി ആ നിശബ്ദതയെ വീണയുടെ മധുരധ്വനി തകർത്തു. നാരായണന്റെ മഹത്വം പാടുന്ന സ്വരം സംഗീതത്തോടൊപ്പം കേൾക്കപ്പെട്ടു. വ്യാസൻ ഉത്സുകതയോടെ തല ഉയർത്തി നോക്കി. അവൻ കണ്ടത് യുവർഷിയായ നാരദൻ തന്റെ ദിശയിലേക്ക് വരുന്നതായിരുന്നു. വ്യാസൻ ഉടൻ എഴുന്നേറ്റ് ദിവ്യർഷിയെ ആദരവോടെ സ്വീകരിച്ചു. മാന്യമായ ഇരിപ്പിടം നൽകി. പിന്നെ ബ്രഹ്മാവിന്റെ പുത്രനായ ആ യുവർഷിയുടെ പാദങ്ങളിൽ അവനിരുന്നു. നാരദൻ വ്യാസനെ നോക്കി പുഞ്ചിരിച്ചു പറഞ്ഞു, എല്ലാം സുഖമാണല്ലോ. രോഗങ്ങളോ ദുരിതങ്ങളോ നിങ്ങളെ അലട്ടുന്നില്ലല്ലോ. നിങ്ങളുടെ മനസ്സ് ശാന്തമായൊരു കുളത്തെപ്പോലെ കലുഷിതമല്ലാതെ ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാഭാരതം എന്ന മഹാകാവ്യം നിങ്ങൾ രചിച്ചിരിക്കുകയല്ലേ? ധർമ്മത്തിന്റെ സാരാംശം ഉൾക്കൊള്ളുന്ന അതുല്യ ഗ്രന്ഥം. അത് മനുഷ്യലോകത്തിന് മഹത്തായ അനുഗ്രഹമാണ്. ബ്രഹ്മവിദ്യയിൽ പ്രാവീണ്യമുള്ള നിങ്ങളെ ദുഃഖം സ്പർശിക്കേണ്ടതേയില്ല. നാരദൻ അല്പസമയം മൗനം പാലിച്ചു. വ്യാസനൊന്നും പറയാതെ തലകുനിച്ചിരുന്നു. നാരദൻ വീണ്ടും പറഞ്ഞു, എങ്കിലും നിങ്ങൾ സന്തുഷ്ടനായി തോന്നുന്നില്ല. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടാത്ത ഒരാളുപോലെയാണ് നിങ്ങൾ. ഇത്രയും ചെയ്തിട്ടും എന്തോ അപൂർണമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത്? വ്യാസൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാകുന്നു. എന്റെ സംശയങ്ങൾ നീക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തിയാണ് നിങ്ങൾ. നാരായണന്റെ മഹത്വം പാടിക്കൊണ്ടിരിക്കുന്ന 3 ലോകങ്ങളും കാണുന്ന സൂര്യനെ പോലുള്ളവനാണ് നിങ്ങൾ. എന്റെ മനസ്സിലെ അസ്വസ്ഥതയുടെ കാരണവും നിങ്ങൾക്കറിയാം. ഒരിക്കൽ ധ്യാനത്തിൽ ലീനനായിരിക്കുമ്പോൾ ഞാൻ ഭാവി കണ്ടു. ധർമ്മത്തിന്റെ ക്ഷയം, മനുഷ്യന്റെ സ്വഭാവത്തിലെ വീഴ്ച, കലിയുഗത്തിന്റെ പാപവ്യാപനം എല്ലാം ഞാൻ കണ്ടു. വരാനിരിക്കുന്ന തലമുറകളോട് കരുണ നിറഞ്ഞു. അതിനാൽ ഞാൻ വേദത്തെ 4 വിഭജിച്ചു ശിഷ്യന്മാർക്ക് പകർന്നു. എങ്കിലും അത് മതിയാകില്ലെന്നെനിക്ക് തോന്നി. വേദങ്ങൾ പഠിക്കാനാകാത്തവർക്കും രക്ഷ ലഭിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതിനാൽ കഥയുടെ ഒഴുക്കിലൂടെ വേദോപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാഭാരതം ഞാൻ രചിച്ചു. എന്നിട്ടും എൻ്റെ ഉള്ളിൽ സമാധാനമില്ല. ഞാൻ എന്താണ് ചെയ്യാതെ വിട്ടത്? എനിക്ക് ശാന്തി ലഭിക്കാൻ ഇനി എന്ത് വേണം? നാരദൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ ഇതുവരെ മതിയായതു ചെയ്തിട്ടില്ല. വ്യാസൻ അത്ഭുതത്തോടെ ചോദിച്ചു, മതിയായില്ലേ? മനുഷ്യ നന്മയ്ക്കായി ഞാൻ ചെയ്യാൻ കഴിഞ്ഞതെല്ലാം ചെയ്തില്ലേ? നാരദൻ പറഞ്ഞു, നിങ്ങളുടെ സേവനം മഹത്തായതാണ്. എന്നാൽ ഒരു കുറവ് അവശേഷിക്കുന്നു. മഹാഭാരതത്തിൽ നിങ്ങൾ ധർമ്മവും കർമ്മയോഗവും പഠിപ്പിച്ചു. പക്ഷേ ഭക്തിയുടെ മഹത്വം നിങ്ങൾ പൂർണ്ണമായി പാടിയിട്ടില്ല. കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമായ വഴി ഭക്തിയാണ്. വാക്കുകൾ തെറ്റിയാലും ശ്രുതി തെറ്റിയാലും ഹൃദയത്തിൽ നിന്നുള്ള നാരായണ നാമസ്മരണം കൃപ ഉറപ്പാക്കുന്നു. അരുണിവള്ളിയിലുണ്ടാകുന്ന തീ പോലെ ഭക്തി മനുഷ്യന്റെ അകത്തെ അശുദ്ധികളെ പുറത്തു കൊണ്ടുവന്ന് ദഹിപ്പിക്കും. കർമ്മബന്ധനങ്ങൾ നശിക്കും. നാരദൻ തുടർന്നു, മഹാഭാരതം എഴുതുമ്പോൾ നിങ്ങൾ എല്ലാ കഥാപാത്രങ്ങളിലേക്കും പ്രവേശിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി നാരായണനിൽ ലയിച്ചിരുന്നില്ല. അതാണ് അപൂർണത. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നാരായണന്റെ വിശ്വരൂപം, അവതാരങ്ങൾ, വിഭൂതികൾ എല്ലാം പാടുക. അവൻ എന്തുകൊണ്ട് രൂപവും നാമവും സ്വീകരിക്കുന്നു എന്ന് ലോകത്തോട് വിശദീകരിക്കുക. ധർമ്മം പാലിക്കാനാവാതെ പോയവനും പാപത്തിൽ വീണവനും ഹൃദയത്തിൽ സത്യമായ ഭക്തിയുണ്ടെങ്കിൽ അവൻ നാരായണൻ പ്രിയനാകും എന്ന സത്യം ലോകത്തെ പഠിപ്പിക്കുക. അവസാനമായി നാരദൻ പറഞ്ഞു, വ്യാസ, നിങ്ങൾ തന്നെ നാരായണന്റെ അവതാരമാണ്. മനുഷ്യരക്ഷയ്ക്കായാണ് നിങ്ങൾ ജനിച്ചത്. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മറക്കരുത്. വീണ്ടും വീണ്ടും നാരായണന്റെ മഹത്വം പാടുക. അപ്പോൾ നിങ്ങൾ തേടിയിരുന്ന സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. വ്യാസൻ നാരദന്റെ പാദങ്ങളിൽ തല കുനിച്ചു. അവന്റെ ഉള്ളിൽ ദീർഘകാലമായി കുടുങ്ങിക്കിടന്ന ഭാരമൊഴിഞ്ഞു. സരസ്വതി ഒഴുകിക്കൊണ്ടിരുന്നു. സന്ധ്യ അസ്തമിച്ചു. വ്യാസന്റെ ഹൃദയത്തിൽ ആദ്യമായി ശാന്തി ഉദിച്ചു.